ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഫ്രീ കൺസെൻറ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അടുത്തതായിട്ട് പറയാനുള്ള പോയിൻ്റ് മിസ്റെപ്രസെൻറ്റേഷനാണ്. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 18 മിസ്റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നത്. ദെൻ മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ദ ടേം മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് എ ഫോൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റ് മെയ്ഡ് ഇന്നസെൻ്റ്ലി or non-disclosure of a material fact without any intention to deceive the other party. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ പ്രസ്താവന നടത്തുകയാണ്, പക്ഷേ അത് തെറ്റാണെന്ന് അറിയുന്നില്ല. സോ ഒരു വ്യക്തി തെറ്റായ പ്രസ്താവന നടത്തുന്നത് അത് തെറ്റാണെന്ന് അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ അത് മിസ്റെപ്രസെൻറ്റേഷനാണ്. അതല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു കാര്യം മറച്ചു വെക്കുക അല്ലെങ്കിൽ പറയാതിരിക്കുകയാണ്, പക്ഷേ അവിടെ ആ പറയാതിരിക്കുന്നതിലൂടെ മറ്റേ പാർട്ടിയെ ഡിസീവ് ചെയ്യണം, വഞ്ചിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലതാനും. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ തെറ്റായ ഒരു കാര്യം തെറ്റാണെന്ന് അറിയാതെ പ്രസ്താവിക്കുകയാണെങ്കിൽ അതാണ് എന്ത് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 18 the term misrepresentation can be defined as follows. Misrepresentation means and includes the positive assertion in a manner not warranted by the information of the person making it of that which is not true though he believes it to be true. Then second one, any breach of duty which without any intent to deceive gains an advantage the person committing it or anyone claiming under him by misleading another to his prejudice or to the prejudice of anyone claiming under him, and causing however innocently a party to an agreement to make a mistake as to the substance of thing which is subject of the agreement. ഇതാണ് മിസ്റെപ്രസെൻറ്റേഷനെ കുറിച്ച് സെക്ഷൻ 18 പ്രതിപാദിച്ചിട്ടുള്ള ഡെഫിനിഷൻ. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പോസിറ്റീവ് അസേർഷൻ ഇൻ എ മാനർ നോട്ട് വാറണ്ടഡ് ബൈ ദ ഇൻഫോർമേഷൻ ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓഫ് ദാറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ ദോ ഹീ ബിലീവ്സ് ഇറ്റ് ടു ബി ട്രൂ. അതായത് ഒരാൾ ഒരു പ്രസ്താവന നടത്തുകയാണ്, ആ പ്രസ്താവന നോട്ട് ട്രൂ, ശരിയല്ല, പക്ഷേ അയാൾ വിശ്വസിക്കുന്നത് അത് ശരിയാണ് എന്നുള്ളതാണ്. സോ ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം പ്രസ്താവിക്കുകയാണ്, പക്ഷേ ആക്ച്വലി അതെന്താണ്, തെറ്റാണ്. അതാണ് മിസ്റെപ്രസെൻറ്റേഷനിൽ ഫസ്റ്റ് വൺ പറയുന്നത്. തെറ്റായ ഒരു കാര്യം ശരിയാണ് എന്ന് വിചാരിച്ച് പ്രസ്താവിക്കുകയാണെങ്കിൽ അതെന്താണ്, മിസ്റെപ്രസെൻറ്റേഷനാണ്. ദെൻ സെക്കൻഡ് വൺ, എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വിച്ച് വിത്തൗട്ട് എനി ഇൻറ്റൻറ്റ് ടു ഡിസീവ് ഗെയിൻസ് ആൻ അഡ്വാൻറ്റേജ് ദ പേഴ്സൺ കമ്മിറ്റിംഗ് ഇറ്റ് or anyone claiming under him by misleading another to his prejudice or to the prejudice of anyone claiming under him. ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളുടെ അണ്ടറിലുള്ള ഒരു വ്യക്തിയുടെ മുൻധാരണ വെച്ചിട്ട് ഒരു കാര്യം ലംഘിക്കുക, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു കരാർ അല്ലെങ്കിൽ ഒരു കാര്യം ലംഘിക്കുകയാണ്. ദെൻ ആ കാര്യം ലംഘിക്കുന്നതിലൂടെ ആ ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ബെനഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ അവിടെ ഒരു ഉദ്ദേശവും ഇല്ല മറ്റേ പാർട്ടിയെ വഞ്ചിക്കണം എന്നുള്ളത്. സോ ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം ഇല്ലാതെ ഒരു കാര്യം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റ് നേടുന്നുണ്ടെങ്കിൽ അത് എന്താണ്, മിസ്റെപ്രസെൻറ്റേഷനാണ്. ദെൻ തേർഡ് വൺ, causing however innocently a party to an agreement to make a mistake as to the substance of thing which is the subject matter of the agreement. അതായത് സബ്ജക്റ്റ് മാറ്റർ, അഗ്രിമെൻ്റ് എന്തിൻ്റെ ബേസിലാണോ അവിടുത്തെ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തെറ്റായ പ്രസ്താവന നടത്താൻ ഒരു പാർട്ടിയെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കാം. ഇതാണ് മിസ്റെപ്രസെൻറ്റേഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ശരിയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു തെറ്റായ പ്രസ്താവന നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ മുൻവിധികൾ വെച്ചിട്ട് ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരുത്താൻ മറ്റേ പാർട്ടിയെ പ്രേരിപ്പിക്കുക. ഇത്തരം സിറ്റുവേഷൻസിന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം,
നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് തെറ്റാണെന്നറിയാതെ അല്ലെങ്കിൽ മറ്റേ പാർട്ടിയെ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം ഇല്ലാതെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മളൊരു തെറ്റ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഫ്രോഡ് എന്നാണ് വിളിക്കുക. അറിയാതെ ഒരു കാര്യം ഇന്നസെൻ്റ് ആയിട്ടാണ് ഒരു തെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മിസ്റെപ്രസെൻറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. Then example, X, aged 25 years, took an insurance policy stating his age in the application as 22 years, unknowing the implications, thereby induces the insurance company to charge lower premium. This amount to misrepresentation by breach of duty to disclose all the facts without an intention to deceive. ഇവിടെ എക്സ് എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് ആക്ച്വലി 25 വയസ്സാണ്. പക്ഷേ അയാളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അയാളുടെ വയസ്സ് 22 കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ അയാൾ ചെയ്തിട്ടുള്ള കാര്യം ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയാണ്. അതായത് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ഒരു ഡ്യൂട്ടി ആര് ചെയ്തില്ല? എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തില്ല. സോ അയാൾ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്, അതായത് ആ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അയാളുടെ ആക്ച്വൽ ഏജ് 25 ആണ് എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നത് മറ്റേ പാർട്ടി, ദാറ്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനിയെ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. അയാൾക്ക് അറിയില്ല ഈ ഏജ് ഡിഫറൻസ് ഇൻഷുറൻസ് പ്രീമിയത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ എക്സിന് അറിയില്ല. സോ എക്സിന് അങ്ങനെ ഒരു കാര്യം അറിയില്ല, ഈ ഏജ് ഡിഫറൻസ് ഇൻഷുറൻസിനെ ബാധിക്കും, ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ടിൽ ചേഞ്ചസ് വരും എന്നുള്ള കാര്യം എക്സിന് അറിയില്ല. ദെൻ അതോടൊപ്പം എക്സിനെ വഞ്ചിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഇൻഷുറൻസ് കമ്പനിയെ വഞ്ചിക്കണം എന്നുള്ളൊരു ഉദ്ദേശം എക്സിന് ഇല്ലതാനും. പക്ഷേ എക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഇതാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. Then essentials of misrepresentation അല്ലെങ്കിൽ elements of misrepresentation. The representation should be made innocently, that is honestly believing it to be true and without an intention of deceiving the other party. അതായത് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റായ കാര്യം പ്രസ്താവിക്കുകയാണ് മിസ്റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. പക്ഷേ ആ ചെയ്യുന്ന വ്യക്തിക്ക് അത് തെറ്റാണെന്ന് അറിയില്ല, അയാൾ ഇന്നസെൻ്റ് ആയിട്ടാണ് ആ കാര്യം പ്രസ്താവിക്കുന്നത്. ദെൻ അയാൾക്ക് ഒരു ഉദ്ദേശവും ഇല്ല മറ്റേ പാർട്ടിയെ വഞ്ചിക്കണം എന്നുള്ളത്. അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ്റെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത്. സോ തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് കരുതി പ്രസ്താവിക്കുകയാണ്. ദെൻ അതോടൊപ്പം മറ്റേ പാർട്ടിയെ ഡെസീവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമില്ല. ദാറ്റ് മീൻസ് മനഃപൂർവ്വമല്ലാതെ ഒരു തെറ്റായ കാര്യം പ്രസ്താവിക്കുകയാണ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. Then the misrepresentation must be of facts material to the contract and not mere opinion or hearsay. ദെൻ നമ്മൾ ഈ തെറ്റായി പ്രസ്താവിക്കുന്ന കാര്യം മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാകണം. അല്ലാതെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെടാത്തൊരു കാര്യമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒപ്പീനിയനോ കേട്ടറിവുകളോ പറയുകയാണെങ്കിൽ അത് മിസ്റെപ്രസെൻറ്റേഷൻ ആകുന്നില്ല. ദെൻ തേർഡ് വൺ, ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി അൺട്രൂ ബട്ട് ദ പേഴ്സൺ മേക്കിംഗ് ഷുഡ് ഹോണസ്റ്റ്ലി ബിലീവ് ഇറ്റ് ടു ബി ട്രൂ. ദെൻ നമ്മൾ പ്രസ്താവിക്കുന്ന കാര്യം എന്തായാലും തെറ്റാവണം, അതേസമയം അത് ശരിയാണെന്ന് ആ പ്രസ്താവന നടത്തുന്നയാൾ വിശ്വസിക്കുകയും വേണം. Then the representation must be made with a view to inducing the other party to enter into a contract, and the other party must have acted on the faith of representation. The representation നടത്തുന്നത് ഈവൻ തെറ്റായ കാര്യമാണ്, മറ്റേ പാർട്ടി വഞ്ചിക്കാനല്ല എന്നുണ്ടെങ്കിൽ കൂടി ആ പ്രസ്താവന നടത്തുന്നത് ഈ ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യണം എന്നുള്ള ഉദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ളതാവണം. സോ ഒരു അഗ്രിമെൻറ്റുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രസ്താവന തെറ്റായി നടത്തിയാൽ അത് ഈ അഗ്രിമെൻറ്റിനെ ബാധിക്കുന്നില്ല. സോ നമ്മുടെ അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തെറ്റായി പ്രസ്താവിക്കണം. ദെൻ ആ തെറ്റായ പ്രസ്താവനയുടെ ബേസിൽ അത് തെറ്റാണെങ്കിലും അത് ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് മറ്റേ പാർട്ടി കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടും വേണം, എങ്കിലേ അത് മിസ്റെപ്രസെൻറ്റേഷനായിട്ട് കൺസിഡർ ചെയ്യുകയും കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. അല്ലാതെ കോൺട്രാക്റ്റുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആ പാർട്ടി ഇനി ഈവൻ മിസ്റെപ്രസെൻറ്റേഷൻ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും കൗണ്ടർ പാർട്ടി അതനുസരിച്ചിട്ട് അല്ലെങ്കിൽ അത് വിശ്വസിക്കാതെയാണ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അത് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നില്ല.
Then next one, effect of misrepresentation. As per section 19, if consent is induced by misrepresentation, such a contract is voidable at the option of aggrieved party whose consent was so obtained. The aggrieved party has the following remedies. First one, he can resign the contract or he can accept the contract and insist that he shall be put in the position in which he would have been if the representation made had been true. അതായത് നോർമലി നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫ്രീ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് മിസ്റെപ്രസെൻറ്റേഷൻ മുഖേനയാണെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡബിൾ കോൺട്രാക്റ്റുകളാണ്. സോ അത്തരം കോൺട്രാക്റ്റിൻ്റെ കേസിൽ അഗ്രീഡ് പാർട്ടിക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അവിടെ അയാൾക്ക് ഒരു കാര്യം പറയാം, ഈ പ്രസ്താവിച്ച കാര്യം, ദാറ്റ് മീൻസ് നമ്മൾ മിസ്റെപ്രസെൻറ്റ് ചെയ്ത കാര്യം ശരിയായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ബെനഫിറ്റ് എന്തായിരുന്നുവോ അതുപോലെയാകണം കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് അയാൾക്ക് പറയാം. സോ അങ്ങനെ രണ്ട് ഓപ്ഷനാണ് അഗ്രീഡ് പാർട്ടിക്ക് മിസ്റെപ്രസെൻറ്റേഷൻ വഴി ഫ്രീ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്ത ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റെമഡീസ് എന്ന് പറയുന്നത്. Then differences between fraud and misrepresentation. Fraud, there is a misstatement or concealment of fact deliberately made with the intention to deceive the other party or to induce him to enter into a contract. Then fraud എന്ന് പറഞ്ഞാലും മിസ്സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ ഒരു കാര്യം പ്രസ്താവിക്കുകയാണ്. പക്ഷേ ആ പ്രസ്താവന എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. അതോടൊപ്പം മറ്റേ പാർട്ടിയെ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശവും ഉണ്ട്. സോ അങ്ങനെ ചെയ്യുന്ന മിസ്സ്റ്റേറ്റ്മെൻറ്റുകളെ, ദാറ്റ് മീൻസ് മനഃപൂർവ്വം ഒരു തെറ്റായ കാര്യം പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെ ഫ്രോഡ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് ദ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഈസ് മെയ്ഡ് ഇന്നസെൻ്റ്ലി വിത്തൗട്ട് എനി ബാഡ് ഇൻറ്റൻഷൻ ടു ഡെസീവ്. മിസ്റെപ്രസെൻറ്റേഷനിൽ തെറ്റായ ഒരു കാര്യം പ്രസ്താവിക്കുന്ന ആൾക്ക് അത് തെറ്റാണെന്ന് അറിയില്ല. സോ ശരിയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടെ ഒരു തെറ്റായ പ്രസ്താവന നടത്തുകയാണ്. ദാറ്റ് മീൻസ് മനഃപൂർവ്വം ചെയ്യുന്ന പ്രസ്താവനയല്ല അത്. ദെൻ അവിടെ ഒരു പാർട്ടിയെ വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശവും വരുന്നില്ല. അത്തരം കേസുകളിൽ നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകൾ ഫ്രോഡുകളും അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ മിസ്റെപ്രസെൻറ്റേഷനുമായിട്ടാണ് മാറുന്നത്. ദെൻ ദ ഫ്രോഡ് ഈസ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ റോങ്. The person making an untrue statement knows that it is not true. ഫ്രോഡിൻ്റെ കേസിൽ നമ്മൾ ഉദ്ദേശത്തോടെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളാണ്. ദെൻ ആ തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന നടത്തുന്ന വ്യക്തിക്കറിയാം അത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ അതേസമയം മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് ആൻ ഇന്നസെൻറ്റ് റോങ്. ദ പേഴ്സൺ മേക്കിംഗ് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ബിലീവ്സ് ഇറ്റ് ടു ബി ട്രൂ. മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ തെറ്റായ പ്രസ്താവന നടത്തുന്നത് തെറ്റാണെന്ന് അറിയാതെ, ദാറ്റ് മീൻസ് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. അതോടൊപ്പം ആ പ്രസ്താവന നടത്തുന്ന ആൾ വിചാരിക്കുന്നത് അത് ശരിയാണ് എന്നുള്ള. സോ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു തെറ്റായ പ്രസ്താവന നടത്തുകയാണ് മിസ്റെപ്രസെൻറ്റേഷൻ. പക്ഷേ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെറ്റായ പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫ്രോഡായിട്ട് മാറും. Then in case of active fraud, the aggrieved party has the right to resign the contract and can claim damage. ഫ്രോഡിൻ്റെ കേസിൽ അഗ്രീഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനും അതുപോലെ തന്നെ ഡാമേജ് ക്ലെയിം ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോസ് സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then in case of misrepresentation, the aggrieved party has the right to resign the contract but cannot claim damage. കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാനുള്ള ഓപ്ഷന് മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിലുണ്ട്. പക്ഷേ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ഡാമേജും ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷന് മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ അഗ്രീഡ് പാർട്ടിക്ക് ഉണ്ടാവുന്നതല്ല. Then a fraud is a criminal act too, but misrepresentation is not a criminal act. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് IPC ഫോർബിഡൻ ചെയ്ത കാര്യമാണ് അവിടെ വരുന്നത്. സോ അത് ഫ്രോഡ് എന്താണ്? ഒരു ക്രിമിനൽ ആക്റ്റാണ്. പക്ഷെ മിസ്റെപ്രസെൻറ്റേഷൻ ഒരിക്കലും ഒരു ക്രിമിനൽ എലമെൻറ്റ് വരുന്നില്ല. ദെൻ ഫ്രോഡ്, contract is voidable even though it had the means of discovering the truth by ordinary diligence. Defense can't be set up in case of fraud other than fraudulent silence.
But in case of misrepresentation, the party had means of discovering the truth by exercising ordinary diligence, and it could be a good defense against the repudiation of contract. മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ പറയുന്നുണ്ട്, ഒരു പാർട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും കൗണ്ടർ പാർട്ടിക്ക് അത് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ദെൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് പാർട്ടീസ് സപ്പോസ് എയും ബിയും ഉണ്ട്. എ ഒരു തെറ്റായ പ്രസ്താവന അത് തെറ്റാണെന്ന് അറിയാതെ നടത്തുകയാണ്. ദെൻ ആ കേസിൽ ബിക്ക് ആ പ്രസ്താവനയെക്കുറിച്ച് പരിശോധിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബി അത് ചെയ്യാതെ ഇരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡബിൾ ആയി മാറുന്നില്ല. ദാറ്റ് മീൻസ് ഒരു പാർട്ടിക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഓപ്ഷന് എവിടെ വരുന്നുണ്ട്? മിസ്റെപ്രസെൻറ്റേഷനിൽ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഫ്രോഡിൻ്റെ കേസിൽ ഈവൻ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തത് അറിഞ്ഞിട്ടാണ് മറ്റേ പാർട്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റി കണ്ടെത്താനുള്ള ഒരു വഴി മറ്റേ പാർട്ടിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ അയാൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റ് അഗ്രീഡ് പാർട്ടിക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഇല്ലാതെ വരുന്നത് എപ്പോൾ മാത്രമാണ്? ഫ്രോഡ് സൈലൻറ്റിൻ്റെ കേസിലാണ് ആ ഡിഫൻസ് മെക്കാനിസം സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ഇല്ലാതെ വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിൽ മിസ്റെപ്രസെൻറ്റ് ചെയ്ത കാര്യം കണ്ടെത്തി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷേ ഫ്രോഡിൻ്റെ കേസിൽ അത് കണ്ടെത്തി ആ ഫ്രോഡ് ആക്ട് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മിസ്റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ മിസ്റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു തെറ്റായ പ്രസ്താവന നടത്തുന്നുണ്ട്, പക്ഷേ അത് തെറ്റാണെന്ന് ആ പ്രസ്താവന നടത്തുന്ന ആൾക്ക് അറിയില്ല. ദെൻ അതോടൊപ്പം മറ്റേ പാർട്ടിയെ ഡിസീവ് ചെയ്യിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമില്ല. പക്ഷെ അതേസമയം ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാവണം ഇങ്ങനൊരു മിസ്റെപ്രസെൻറ്റേഷൻ നടത്തുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളുടെ കാറ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് മിസ്റ്റർ എ അയാളുടെ കയ്യിലുള്ള കാറ് സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുകയാണ് മിസ്റ്റർ സെഡിന്. ദെൻ എൻ്റെ കണക്ക് കൂട്ടലുകളിൽ ആ കാറിനൊരു 20 മൈലേജ് കിട്ടുന്നുണ്ട് വിചാരിക്കാം. സോ ആ കണക്കനുസരിച്ചിട്ട് സെഡിനോട് പറയുകയാണ് ഈ കാറ് ഏകദേശം 20 മൈലേജ് ഉള്ള കാറാണ് എന്ന് പറയാം. ദെൻ ബി ആ ഒരു കാറ് 20 മൈലേജൊക്കെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി കാറ് വാങ്ങുകയാണ്. പക്ഷെ അവിടെ ആക്ച്വലി ആ കാറിന് എത്ര മൈലേജ് വരുന്നുള്ളൂ? 15 മൈലേജേ വരുന്നുള്ളൂ. സോ ഈ ഒരു കേസിൽ എ എന്ന് പറയുന്ന വ്യക്തി അയാൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അയാളുടെ കണക്ക് കൂട്ടലനുസരിച്ച് അയാളുടെ കാറിന് മൈലേജ് 20 വരുന്നുണ്ട്, പക്ഷേ ആക്ച്വലി എത്രയേ വരുന്നുള്ളൂ? 15 വരുന്നുള്ളൂ. സോ അയാൾ ഇവിടെ നടത്തിയത് മിസ്റെപ്രസെൻറ്റേഷനാണ്. ദാറ്റ് മീൻസ് അയാൾ വിശ്വസിക്കുന്നുണ്ട് ശരിയാണ് എന്നുള്ളത്, അതാണ് അയാൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള മിസ്റ്റർ എ പറഞ്ഞിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് അവിടുത്തെ സബ്ജക്റ്റ് മാറ്ററാണ് കാറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് മൈലേജ്. സോ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അയാൾ മിസ്റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ 20 മൈലേജ് ഉണ്ട് എന്ന് അയാൾ അറിഞ്ഞുകൊണ്ട് കൂട്ടി പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റേ പാർട്ടിയെ വിശ്വസിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പറഞ്ഞതോ അല്ല, അയാൾ ശരിയാണെന്ന് കരുതി പറഞ്ഞ കാര്യമാണ്. ദെൻ ഇങ്ങനൊരു കാര്യം പറയുമ്പോഴും അയാൾ ഉദ്ദേശിക്കുന്നുണ്ട് മറ്റേ പാർട്ടി കാർ വാങ്ങണം അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യണം എന്നുള്ള ഉദ്ദേശം അയാൾക്കുണ്ട്. സോ ഇത്രയാണ് മിസ്റെപ്രസെൻറ്റേഷൻ എലമെൻറ്റ്സ് വരുന്നത്. ഒരു കാര്യം തെറ്റാണ് പക്ഷെ അത് ശരിയാണെന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് പ്രസ്താവിക്കുന്നത്. ദെൻ മാറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. മറ്റേ കൗണ്ടർ പാർട്ടിയെ ഡിസീവ് ചെയ്യണമെന്നുള്ള ഉദ്ദേശമില്ല, പക്ഷേ ആ പാർട്ടി കോൺട്രാൽ എൻ്റർ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ട് താനും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മെയിനായിട്ട് ഈ പറയുന്ന 4 പോയിൻറ്റ്സ് വരുമ്പോഴാണ് അത് മിസ്റെപ്രസെൻറ്റേഷനായിട്ട് മാറുന്നത്. അതേസമയം നമ്മൾ മനഃപൂർവ്വം ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം തെറ്റായി പ്രസ്താവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഫ്രോഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു.